ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് നമുക്ക് എല്ലാവർക്കും അറിയാം. സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ആണ്. അത് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ഒരു കേർവ്ഡ് ലാറ്ററൽ സർഫസും രണ്ട് എൻ ഫേസസുമാണ് സിലിണ്ടറിനുള്ളത്. ഒന്ന് ബോട്ടം എൻ ഫേസ്, ടോപ്പ് എൻ ഫേസ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ആണെങ്കിലും ആദ്യം ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ ആയിരിക്കും, ടോപ്പ് വ്യൂ സർക്കിൾ. ഇനി ഈ ലാറ്ററൽ സർഫസ് കേർവ്ഡ് സർഫസ് ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു, ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ എഡ്ജ്, ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലെ എഡ്ജ് നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഈ പ്ലെയിനിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് വിടർത്തിയിട്ട് ഈ പ്ലെയിനിലേക്ക് വെക്കും. അപ്പം ഇതിൽ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ, ടോപ്പ് വ്യൂ ഒരു സർക്കിളാണ്. ഡാർക്കാക്കി വരയ്ക്കാം. ടോപ്പ് വ്യൂ ഒരു സർക്കിൾ. ഓക്കെ, ഇനി ഈ കർവ്ഡ് സർഫസിൻ്റെ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ പൈ ഡി, പൈ ഇൻറ്റു ഡി, ഡി ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ. ഇനി ഹൈറ്റ് അറിയാലോ, ഇത് നമ്മൾ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, സിലിണ്ടറിൻ്റെ ആണെങ്കിലും പ്രിസത്തിൻ്റെ ആണെങ്കിലും അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ്, സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇനി ഈ ലെങ്ത് എന്ന് വെച്ചാൽ പൈ ഡി, പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദി ബേസ്, ഇത് വരച്ചു. അപ്പോൾ ഇതിൻ്റെ ലാറ്ററൽ സർഫസ് കംപ്ലീറ്റ് ആയി. ഇനി ബോട്ടം എൻഡ് ഫേസ് സർക്കിൾ ആയിരിക്കും, ടോപ്പ് എൻഡ് ഫേസ് സർക്കിൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും വേണമെങ്കിലും വരയ്ക്കാം. ഇത് ഈ ലാറ്ററൽ സർഫസിൽ മുട്ടിച്ച് ടച്ച് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഇതിൻ്റെ ബോട്ടം എൻഡ് ഫേസും ടോപ്പ് എൻഡ് ഫേസും വരയ്ക്കും. ബോട്ടം എൻഡ് ഫേസും ടോപ്പ് എൻഡ് ഫേസും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ലെങ്ത്, ആകെ വ്യത്യാസമുള്ള ലെങ്ത് ഇത് പൈ ഡി ആണ്, പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദി ബേസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇനി ഇതുപോലെ തന്നെയാണ് കോണിൻ്റെ കേസിലും. കോണിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് നോക്കാം അടുത്തത്. കോണിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇത് കോണിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കുന്നു. ഫ്രണ്ട് വ്യൂ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. ടോപ്പ് വ്യൂ കുറച്ചുകൂടി ഡാർക്കായിട്ട് വരയ്ക്കാൻ ഞാൻ. ടോപ്പ് വ്യൂ ഒരു സർക്കിളായിരിക്കും. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു. ഇനി നമ്മൾ പിരമിഡ്സിൻ്റെ കേസ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ ലാറ്ററൽ സർഫസ്, ഇതൊരു കർവ്ഡ് സർഫസ് ആണ്. ഈ കർവ്ഡ് ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു സെക്ടർ ആയിരിക്കും, ഒരു സർക്കിളിൻ്റെ ഒരു പോർഷനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആംഗിളിൽ ലൈൻ വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിളിൽ ഒരു ലൈൻ. ഇതാണ് പോയിന്റ്. ഇത് അപ്പെക്സ് ആയിരിക്കും. ഈ പോയിന്റ് അപ്പെക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓന്നിട്ടു അപ്പെക്സ്. ഏതെങ്കിലും ഒരു ഇൻക്ലിനേഷൻ ഒരു ലൈൻ വരച്ചു. ഇതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഇതിൻ്റെ ലെങ്ത് ട്രൂ ലെങ്ത് ആയിരിക്കും. ട്രൂ ലെങ്ത് ഓഫ്, ഇതിൽ ലാറ്ററൽ എഡ്ജ് ഇല്ല, അതുകൊണ്ട് ട്രൂ ലെങ്ത് ഓഫ് ജനറേറ്റർ. ട്രൂ ലെങ്ത് ഓഫ് ജനറേറ്റർ ഓഫ് എ കോൺ. അതായത് ഇതാണ് കോണിന്റെ ജനറേറ്റർ. ഇതാണ് കോണിന്റെ ജനറേറ്റർ അല്ലെങ്കിൽ ട്രൂ ലെങ്ത്. അപ്പോൾ ഈ ലെങ്ത് തന്നെയായിരിക്കും, ഇതാണ് ട്രൂ ലെങ്ത്. അപ്പോൾ ഈ ലെങ്ത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. ഇതും ട്രൂ ലെങ്ത്. ഓക്കെ, ട്രൂ ലെങ്ത് എടുത്ത് വരച്ചു. ഇനി ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഓ സെൻറ്ററാക്കി കോമ്പസ് കുത്തി ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ഇനി ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഉള്ള സെക്ടറിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു 360 ഇൻറ്റു ആർ ബൈ എൽ. ആർ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ബേസ്. എൽ എന്ന് വെച്ചാൽ ട്രൂ ലെങ്ത് ഓഫ് ജനറേറ്റർ. 360 ഇൻറ്റു ആർ ബൈ എൽ. ആർ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ബേസ്, കോണിന്റെ ബേസ് ഡയമീറ്ററിന്റെ പകുതി.
എൽ എന്ന് വെച്ചാൽ സ്ലാൻഡ് ലെങ്ത് അല്ലെങ്കിൽ ജനറേറ്റർ ഓഫ് ദി ട്രൂ ലെങ്ത് ഓഫ് ദി ജനറേറ്റർ ഓഫ് ദി കോൺ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും തീറ്റ. ആ തീറ്റയാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ആ തീറ്റ ഇവിടെ എടുക്കണം, തീറ്റ ആംഗിൾ. ആ തീറ്റ ആംഗിൾ എടുത്തിട്ട് നമുക്ക് ഈ സെക്ടർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കോണിന്റെ ഡെവലപ്മെന്റ്, ലാറ്ററൽ സർഫസിന്റെ ഡെവലപ്മെന്റ്. ഇനി അതിന്റെ ബേസ് നമുക്ക് വരയ്ക്കാം. അത് എവിടെ വേണമെങ്കിലും ഈ സെക്ടറിന്റെ എവിടെ വേണമെങ്കിലും മുട്ടിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. ബേസ് വരച്ചു. ബേസിന്റെ ഡയമീറ്റർ നമുക്കറിയാം, റേഡിയസ് അറിയാം, ഇത് വെച്ചു. അപ്പോൾ ഇതാണ് കോണിന്റെ ഡെവലപ്മെന്റ്. അപ്പോൾ കോണിന്റെ ഡെവലപ്മെന്റ് നമ്മൾ ആദ്യം ലാറ്ററൽ സർഫസ് ഡെവലപ്പ് ചെയ്തു. ഈ ലെങ്ത് എന്ന് വെച്ചാൽ ട്രൂ ലെങ്ത് ഓഫ് ദി ജനറേറ്റർ. ഇനി ഈ ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടാൻ വേണ്ടി 360 ഇൻറ്റു R/L. R എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ബേസ്, L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ജനറേറ്റർ, ട്രൂ ലെങ്ത് ഓഫ് ദി ജനറേറ്റർ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിളാണ് ഇത് എടുക്കുന്നത്. ഇനി അത് വെച്ച് സെക്ടർ വരച്ചു, ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ എവിടെയെങ്കിലും മുട്ടിച്ചിട്ട് റേഡിയസ് എടുത്ത് വരയ്ക്കും. അതാണ് കോണിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള സോളിഡ്സിന്റെ എല്ലാം ഡെവലപ്മെന്റ് നമ്മൾ നോക്കി. പ്രിസത്തിന്റെ എല്ലാ പ്രിസത്തിന്റെയും കോമൺ ക്രൈറ്റീരിയ ആണ്. അതുപോലെ പിരമിഡ് നോക്കി. പിരമിഡിന് നമുക്ക് ട്രൂ ലെങ്ത് വേണം. ട്രൂ ലെങ്ത് റൊട്ടേറ്റ് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് ഇല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് വേണം ഡെവലപ്മെന്റ് വരയ്ക്കാൻ. അതെല്ലാ പിരമിഡ്സിന്റെ കേസിലും അത് തന്നെ. പിന്നെ സിലിണ്ടറിന്റെ കേസിൽ πd ആണ് അതിന്റെ റെക്ടാംഗിൾ ആയിട്ട് വരുന്ന ലാറ്ററൽ സർഫസിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ πd. അതുപോലെ കോണിന്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ആംഗിൾ തീറ്റ 360 ഇൻറ്റു R/L. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്.